Hello. So now we have got the second tense, the present continuous tense or progressive tense. Progressive, name of the tense. We must know the name of the tense, no? Isn't it? So the first one is the simple present tense. Why is it simple? We will see later. And now this is the present progressive, ongoing, to describe an ongoing action. Some action that is continuing. Some action that is progressive. So that's why we call it the present continuous tense. This is also present tense. Now, as usual, I told you, you begin with first form, then distribution, negative, yes, no question, WH question, and use. This is how we proceed, step by step. Now, first we will see the form. Form is to be plus present participle. Two members. Simple present only one member. But here we have got two members. To be in order, infinitive, infinitive form. Go, infinitive. Come, to come. Speak, to speak. Run, to run. Two would be infinitive. But to be in order, be the infinitive. Be. That present മൂന്ന് ഫോംസ് ഉണ്ട്. ഒന്നാണ് ആം, അല്ലെങ്കിൽ സെക്കൻഡ് ആണ് ആർ, മൂന്നാമത്തെ ഈസ്. ഇപ്പം മറ്റ് ക്രിയകൾക്ക് കൊണ്ട് ഇങ്ങനെ ഉദാഹരണം പറയാൻ കം, കംസ്, കെയിം, കം. അല്ലെങ്കിൽ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ടാണ് ഈറ്റ്, ഈറ്റ്സ്, എയ്റ്റ്, ഈറ്റൺ, ഈറ്റിംഗ്. ഇത് പല ഫോംസ് ഉണ്ട്. ബാക്കി ക്രിയകൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട്, അതായത് തുടക്കം ഒരുപാടിരിക്കും. ഉദാഹരണം ഈറ്റ്, ഈറ്റി, ഈറ്റ്സ്, അപ്പം ഈറ്റിയസ്, എയ്റ്റ്, അതിനകത്തൊരു ആ ഈറ്റിൻ്റെ ഒരു അംശം ഉണ്ട്. അതുപോലെ ഈറ്റൺ, അത് പക്ഷെ ഇതങ്ങനെയല്ല. ബി, അതിൻ്റെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ബിയും അതിന് ആ ബിയുടെ അംശം ഒന്നിലുമില്ല. ഉദാഹരണം ടേക്ക് എടുത്ത് ടേക്ക്, ടേക്സ്, ടേക്കിംഗ്, ടേക്കൺ, ടുക്ക്, അല്ലേ? അല്ലെങ്കിൽ വാക്ക്, വാക്ക്, വാക്സ്, വാക്ഡ്, വാക്കിംഗ്, വാക്ഡ്. ഞാൻ തുടക്കത്തിൽ ആദ്യ ഭാഗം എപ്പോഴും അതിനകത്തുണ്ട്. അതേസമയം ബിക്ക് അങ്ങനെ, ബി എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റീവ് ആണ്. അതിൻ്റെ ഫോംസ് ഈസ്, ആം, ആർ, അല്ലെങ്കിൽ ആം, ആർ, ഈസ്. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇത് ആം, അതിനകത്ത് എവിടെയാ ബി? അങ്ങനെ ചോദിക്കരുത്, കാരണം അതിനൊരു ഉത്തരയില്ല. ഇത് മൂന്നുമാണ് ഇതിൻ്റെ പ്രസൻറ്റ് ഫോംസ്. ഇതിന് പാസ്റ്റ് ഫോംസ് ഉണ്ട്, അത് നമുക്ക് പിന്നെ കാണാം. ഈ പ്രസൻറ്റ് ഫോംസ് ഓഫ് ടു ബിയുടെ പ്രസൻറ്റ് ഫോംസ് പ്ലസ് ING. INGയുടെ വരാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഒരു വെർബിൻ്റെ അവസാനം ING ചേരുമ്പോൾ അതിനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. കാരണം വേറെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം ഏതൊരു ക്രിയയുടെയും പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നമുക്ക് രൂപം കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ അവസാനം ING ചേർത്താൽ മതി. ഉദാഹരണം ഈറ്റിംഗ്, ലുക്ക്, ലുക്കിംഗ്, ഫീഡ്, ഫീഡിങ്, സ്പീക്ക്, സ്പീക്കിംഗ്, സിങ്, സിംഗിങ്, സെൽ, സെല്ലിങ്, ഡ്രിങ്ക്, ഡ്രിങ്കിങ്, ഡ്രോ, ഡ്രോയിങ്. അതെല്ലാം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾസ് ആണ്. ഇപ്പം രണ്ട് മെമ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ടു ബിയുടെ ഏതെങ്കിലും ഒരു ഫോം, അത് ഒന്നുകിലോ ആം ഈറ്റിംഗ്, അല്ലെ ആർ ഈറ്റിംഗ്, അല്ലെ ഈസ് ഈറ്റിംഗ് എന്നാണ്. ടു ബിയുടെ ഏതെങ്കിലും ഒരു ഫോം. അപ്പം അങ്ങനെ വരുമ്പം ഗോയിങ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആം ഗോയിങ്, ആം ഗോയിങ്, ഈസ് ഗോയിങ്. അപ്പം മൂന്ന് രൂപത്തിലാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടുന്നത്. സിമ്പിൾ പ്രസൻറ്റ് രണ്ട് രൂപയുള്ളൂ. അതേതൊക്കെയാണ്? ഒന്ന് എസ് ഉള്ളതും ഒന്ന് എസ് ഇല്ലാത്തതും, രണ്ട് രൂപ.
two forms. പക്ഷേ പ്രസന്റ് കണ്ടിന്യൂസിന് 3 ഫോംസും 3 രൂപങ്ങളും. അത് 3 ബി എന്ന് പറയുന്ന ക്രിയയുടെ 3 പ്രസന്റിലുള്ള 3 ഫോംസ് പ്ലസ് ing. 3 ഫോംസ് നമ്മൾ ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, ഓരോന്നോരോന്ന് എടുക്കണം. അതുകൊണ്ടാണ് ആം ഗോയിങ്, ആർ ഗോയിങ്, ഈസ് ഗോയിങ്. ഇത് 3 പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്ന ഡിസ്ട്രിബ്യൂഷൻ. 3 ഫോംസ് ഉണ്ട്. മറ്റേ സിമ്പിൾ പ്രസന്റിലും ഉണ്ടായിരുന്നു 2 ഫോംസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാ എവിടെയൊക്കെയാ അത് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ മാത്രം എസ് ഉള്ള ഫോം, ബാക്കിയുള്ളതെല്ലാം എസ് ഇല്ലാത്ത ഫോം. ഇവിടെ സെയിം പ്രോബ്ലം, നോട്ട് പ്രോബ്ലംസ്, സെയിം പാറ്റേൺ, ഒരേ പാറ്റേൺ ആണ്. ഇവിടെ കണ്ടോ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആം ഗോയിങ്, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആർ ഗോയിങ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആർ ഗോയിങ്, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ആർ ഗോയിങ്, തേർഡ് പേഴ്സൺ പ്ലൂറൽ ആർ ഗോയിങ്. ഇത് എവിടെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? തേർഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ ഈസ് ഗോയിങ്. 2 സ്ഥലത്ത് വ്യത്യാസമുണ്ട്. ഒന്ന് തേർഡ് പേഴ്സൺ സിംഗുലറും ഫസ്റ്റ് പേഴ്സൺ സിംഗുലറും. ബാക്കി ഉള്ള എല്ലാ സ്ഥലത്തും നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ആർ ഗോയിങ്, ആർ ഉപയോഗിക്കുന്നു. ആർ പ്ലസ് പ്രസന്റ് പാർട്സിൽ. ഐ സബ്ജക്റ്റ് ആണെങ്കിൽ ആം പ്ലസ് പ്രസന്റ് പാർട്സിൽ ഓഫ് ദ മെയിൻ വെർബ്. അതായത് മെയിൻ വെർബ് എന്ന് പറയുന്നതാണ് ഗോ എന്ന് പറയുന്നത്. ഗോ. ഈറ്റിങ്ങിനകത്ത് മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ ഈറ്റ്. ഇപ്പം ടു ബിയുടെ 3 ഫോംസ്, 3 പ്രസന്റ് ഫോംസ്. പ്രസന്റ് ഭാഷയൊക്കെ നമുക്കറിയാം. സോ 3 പ്രസന്റ് ഫോംസ്. അത് ആം, ആർ, ഈസ് പ്ലസ് അതിൻ്റെ കൂടുതൽ മെയിൻ വെർബിൻ്റെ ing ഫോം ചേർക്കുക. അപ്പോൾ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല പ്രോഗ്രസീവ് ടെൻസ് കിട്ടും. ഇനി 3 ഫോംസ് ഉള്ളതുകൊണ്ട് എവിടെ ഉപയോഗിക്കുന്നു? ആരാണ് ഇതിനെ തീരുമാനിക്കുന്നത്? അത് തീരുമാനിക്കുന്നത് സബ്ജക്റ്റാണ്. എത്ര തരം സബ്ജക്റ്റ് ഉണ്ട് നമുക്ക്? 6 തരം സബ്ജക്റ്റ് ഇംഗ്ലീഷിലുള്ളൂ. ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ 6 തരത്തിൽ മാത്രമേ വാക്യങ്ങൾ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. In English, you can make sentences only in 6 ways. That means by choosing one of these subjects. എത്ര സബ്ജക്റ്റ് ആണ് പോസിബിൾ? 6 സബ്ജക്ട്സ്. അതേതൊക്കെയാ? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ, തേർഡ് പേഴ്സൺ പ്ലൂറൽ. അത് എങ്ങനെയാണ് അതിൻ്റെ പറയുന്നത്? ഐ, യു സിംഗുലർ, ഹി, ഷീ, ഇറ്റ്. ഒക്കെ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം, ഞാനും നീയും അല്ലാത്തെല്ലാം തേർഡ് പേഴ്സൺ. ഒന്നാണെങ്കിൽ സിംഗുലർ, പലതാണെങ്കിൽ പ്ലൂറൽ, ഒന്നിലധികം ആണെങ്കിൽ. കാരണം ബോയ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറലായി, മെൻ എന്ന് പറഞ്ഞാൽ പ്ലൂറലായി, ട്രീസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലായി. അതൊക്കെ തേർഡ് പേഴ്സൺ. ഇപ്പം ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ വി, നമ്മളെന്നുള്ള നമ്മൾ. സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ യു, നിങ്ങൾ, കൂടുതൽ ആൾക്കാർ. ഒരാളാണെങ്കിൽ സിംഗുലർ. ഇതെല്ലാം നമ്മൾ ഒരു പ്രാവശ്യം കണ്ടതാണ്. എല്ലാ ടെൻസിൽ കൂടി കടന്നു പോകുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. ഇത് തന്നെയാണ് എൻ്റെ പാറ്റേൺ, എൻ്റെ രീതി. അതാണ്. അപ്പം നമ്മളിങ്ങനെ 6 സബ്ജക്റ്റിനെ 6 സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ പോസിബിൾ ഉള്ളൂ. 6 സബ്ജക്റ്റിൽ കൂടുതലൊരു 7ാമതൊരു സബ്ജക്റ്റ് ഇംഗ്ലീഷിന് പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം അതുകൊണ്ട് 6 സബ്ജക്റ്റിൽ ഇതെങ്ങനെയാണ് വീതിച്ചു കൊടുക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വീതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീതിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഉദാഹരണത്തിന് മാർക്ക് വീതിക്കുന്നത് എങ്ങനെയാണ്? 10ൽ 10 എന്നുള്ളത് എങ്ങനെയൊക്കെയാണ്? ചിലർക്ക് 2, ചിലർക്ക് 3, ചിലർക്ക് 5, ചിലർക്ക് 7, ചിലർക്ക് 9, ചിലർക്ക് 10. എങ്ങനെയാണ് അവരുടെ ഉത്തരത്തിൻ്റെ അവർ തരുന്ന ആൻസർ, ആ ആൻസറിൻ്റെ ഗുണം അനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു അനുസരിച്ച് എന്നുള്ളൊരു സംഭവം വേണം. ക്രൈറ്റീരിയൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ക്രൈറ്റീരിയൻ, CRITERION. ഇപ്പം എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണോ. ഇവിടെ ഈ 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ മാനദണ്ഡം എന്താണ്? സബ്ജക്റ്റ് ഇതാണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ആം, തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഈസ്, ബാക്കിയുള്ള എല്ലായിടത്തും ആം പ്ലസ് ING. മനസ്സിലായി? ഇനി ഇവിടെ സാധാരണ നമ്മൾ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ? നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് എഴുതുമ്പോൾ നമ്മളിങ്ങനെ പറയും ഐ ഗോയിങ്,
അത് ടെൻസ് അല്ല. ടെൻസ് അത് ഐഗോയിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഐഗോയിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോകാം, പക്ഷെ അത് ടെൻസല്ല. പിന്നെ ടെൻസാക്കണമെങ്കിൽ എന്നായിരുന്നു? ടെൻസാക്കണമെങ്കിൽ ടു ബിയുടെ ഒരു ഫോം കൂടി ചേരണം. ഐ ആം ഗോയിങ്. ഹീ ഗോയിങ് ശരിയല്ല, ഹീ ഈസ് ഗോയിങ്. ദേ ഗോയിങ്, നോ ദേ ആർ ഗോയിങ്. വി ഗോയിങ്, നോ വി ആർ ഗോയിങ്. അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും, ഈസ് ആവാന്നുള്ളത് വിട്ടുപോകും. അത് വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് വേറെ കാണാം. First subject is first person singular, second person singular, third person singular. First person plural 1 pp, second person plural 2 pp, third person plural 3 pp. Person plural ആണ് pp. സറിയില്ലാത്തതുകൊണ്ടാണ് ഷോർട്ട് ഫോം വരിക. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വന്നപ്പം നമ്മൾ മനസ്സിലായിരുന്നു ഇങ്ങനെയാണ്. എങ്ങനെ ഈ 3 ഫോംസ് നമ്മൾ ആർക്കൊക്കെ വിധിക്കുന്നത്? ഒന്ന്, ആം only after I, is only after that person singular. ബാക്കിയുള്ള എല്ലായിടത്തും ആ. ഇത് പെരുക്കി പറഞ്ഞ് പഠിക്കണം. പെരുക്കി പറയാന്ന് പറയാനാണ്, അതായത് എന്തെങ്കിലും ഒരു വെർബ് എടുത്തിട്ട് അതിൻ്റെ ഫോംസ് ഇങ്ങനെ ഒന്നിന് പറയുക ഒന്നായിട്ട് പറയുക, അതിന് പെരുക്കി പറയാന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയാൻ നമ്മൾ പട്ടി തരികയല്ലേ, 1 1 2 1 2 3 1 3 4 ഇങ്ങനെ പെരുക്കുക. എന്ന് പറയുന്നത് നമുക്ക് ഇതും പറയാം. ഉദാഹരണം, സപ്പോസ് ടേക്ക്, അതിൻ്റെ പ്രസന്റ് കണ്ടിന്യൂസ് എന്നത് ഏതൊക്കെയാണ്? ഐ ആം ടേക്കിംഗ്, യു ആർ ടേക്കിംഗ്, ഹീ ഈസ് ടേക്കിംഗ്, ഷീ ഈസ് ടേക്കിംഗ്, ഇറ്റ് ഈസ് ടേക്കിംഗ്, the boy is taking, the girl is taking, man is taking, woman is taking, teacher is taking, actor is taking. പിന്നെ അവരുടെ പേര് കൂട്ടി പറയാം. 30 പേരുടെ പേര് കൂട്ടി ഈസ് ടേക്കിംഗ്, ഈസ് ടേക്കിംഗ്, ഈസ് ടേക്കിംഗ്, വി ആർ ടേക്കിംഗ്, യു ആർ ടേക്കിംഗ്, ദേ ആർ ടേക്കിംഗ്, സ്റ്റുഡൻസ് ആർ ടേക്കിംഗ്, സോൾജിയേഴ്സ് ആർ ടേക്കിംഗ്, monkeys are taking, birds are taking. ഇങ്ങനെ പറഞ്ഞ് ഹൃദയസ്ഥാനം. Then sleep, let us say. I am sleeping, you are sleeping, he is sleeping, she is sleeping, it is sleeping, boy is sleeping, father is sleeping, mother is sleeping, wife is sleeping, husband is sleeping, friend is sleeping, we are sleeping, you are sleeping, they are sleeping, friends are sleeping. Then actors are sleeping, monkeys are sleeping, cats are sleeping, dogs are sleeping, trees are sleeping. Trees ഉറങ്ങും, രാത്രിയിൽ ഉറങ്ങും. ഇങ്ങനെ പെരുക്കി ഞാൻ ഫോം നല്ലപോലെ ഹൃദയസ്ഥമാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ പറയും ട്രീസ് സ്ലീപ്പിങ്, അത് ടെൻസായില്ല. ടെൻസാകണമെങ്കിൽ ടു ബിയുടെ ഒരു ഭാഗം അതിനകത്ത് വരണം. അപ്പോൾ ഫോം, അത് ഏത് ഫോമാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്ന സബ്ജക്റ്റാണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ആം, തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഈസ്, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആം. അത്രയും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, എൻ്റെ ഫോം കഴിഞ്ഞു. സ്റ്റെപ്പ് 1 കഴിഞ്ഞു, സ്റ്റെപ്പ് 2 കഴിഞ്ഞു, ഫോം കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇനി നെഗറ്റീവ് ഒരു പ്രയാസമില്ല. ഇവിടെ ഇപ്പം 2 മെമ്പറുണ്ട്, ഒരു മെമ്പറല്ല, ഒരു ഒറ്റയാനല്ല ഇത്. ഇതിപ്പം 2. ഇപ്പം നമുക്ക് നെഗറ്റീവ് പറയാൻ ഒരു പ്രയാസമില്ല. കാരണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ടു ബി ഉണ്ടല്ലോ, ടു ബിയും അതിൻ്റെ ഫോംസും, അത് ഈ പ്രസൻറ്റ് ഫോംസ്, പാസ്റ്റ് ഫോംസ് വേറെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസന്റ് ഫോംസ് പ്രത്യേകം പറയുന്നത്. ഈ ടു ബി അതിൻ്റെ ഫോംസും ഫ്രണ്ട്സ് ഓഫ് നോട്ട്, ഫ്രണ്ട്സ് ഡു ഒരു ഫ്രണ്ട് ഓഫ് നോട്ടാന്ന് ഞാൻ പറയും. ഡു അതിൻ്റെ അല്ല, ഡു ഈസ് എ ഫ്രണ്ട് ഓഫ് നോട്ട്. ഡു എന്ന് പറയുന്നത് നോട്ടിൻ്റെ ഒരു കൂട്ടുകാരനാണ്. അതുപോലെ നമുക്കിവിടെ ഇങ്ങനെ ഈസ്, ആം, ആർ, ഇത് 3 നോട്ടിൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഓഫ് നോട്ട് എന്നാണ്. ഫ്രണ്ട്സ് ഓഫ് നോട്ട്, FRIEN, ഫ്രണ്ട്സ് ഓഫ് നോട്ട്. അവിടെ എന്ത് വേണ്ടി ഇതിൻ്റെ കൂടെ അങ്ങ് ചുമ്മാ ചേർക്കാം. അപ്പം ഈസ് നോട്ട്, ഇനി ടേക്കിംഗ്, ഇതാണ് ക്രിയയുടെ ഫോം എന്ന് പറഞ്ഞാൽ ഈസ് ടേക്കിംഗ്, ഇങ്ങനല്ലേ, ഈസ് ടേക്കിംഗ്. അപ്പം ഇതിൻ്റെ ഈസ് കഴിഞ്ഞാണ് ഇത് ചേർത്ത്. ഇപ്പം ഈസ് നോട്ട് ടേക്കിംഗ്, ആർ നോട്ട് ടേക്കിംഗ്, ആം നോട്ട്
taking. നെഗറ്റീവായി. ഇത് സിമ്പിൾ പ്രസന്റ് ആയിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു. ഡു ഇൻസർട്ട് ചെയ്യണം അല്ലേ? എന്നിട്ട് അതിൻ്റെ ടെൻസ് മാർക്ക് എടുത്തുകൊണ്ട് ഡൂവിൻ്റെ അവസാനം ചേർക്കണം. നോട്ട് ഇൻസർട്ട് ചെയ്യണം. ഇപ്പം എന്നിട്ട് ഡസ് നോട്ട് ആകും. അതിൻ്റെ ഷോർട്ട് ഫോം ഡസിൻ്റെ ആകും. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ അല്ലെങ്കിൽ ടെൻസ് മാർക്ക് ഇല്ല. ഇതൊരു ഡു, നോട്ട്, ഡോണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇവിടെ ഒരു ചെറിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. ഉദാഹരണം പറയണമെങ്കിൽ he is not taking. Okay, correct. I am not taking. Correct. They are not taking. അത് ശരി. ഇനി ഇതിൻ്റെ ഷോർട്ട് ഫോം, കോൺട്രാക്റ്റഡ് ഫോം, they aren't taking. ഇവിടെ isn't, is not, short form is isn't. ആ ഓ ലെറ്റർ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഒരു അപ്പസ്ട്രോഫി ഇടുക. ഈസ് നോട്ട് എന്നുള്ളത് ഈസ് ഇൻ, ഈസ് ഇൻ ടേക്കിംഗ്, ഈസ് ഇൻ ടേക്കിംഗ്. പക്ഷേ ആം നോട്ട് വരുമ്പം ആമിൻ്റെ എന്നൊരു വാക്ക്, ആമിൻ്റെ എന്നൊരു യൂസേജ് ഇംഗ്ലീഷ് ഇല്ല. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ആം നോട്ട് ആം ആമിൻസ് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യും? വാട്ട് ഇസ് ദ ഷോർട്ട് ഫോം ഓഫ് ആം നോട്ട്? ഇറ്റ്സ് നോട്ട് ആമിൻസ് ബട്ട് ഐ അപ്പോസ്ട്രോഫി നോട്ട്. ഇവിടെ ഈ അക്ഷരമാണ് നമ്മൾ എടുത്തത്, ആമിൻ്റെ എ. എന്നിട്ട് അവിടെ ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഐ എം നോട്ട്, ഐ എം നോട്ട്, നോട്ട് ഐ ആം, ഐ ആമിൻസ്. ആമിൻസില്ല, അതേപോലെ വെട്ടിക്കളയുക. അതിന് പകരം ഐ എം നോട്ട്. ഇപ്പം ഇവിടെയാണ് ഈ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള റൺ എടുത്തു. റൺ ഹി, യു ആർ ഇൻ റണ്ണിങ്, ഹി ഈസ് ഇൻ റണ്ണിങ്, വി ആർ ഇൻ റണ്ണിങ്, ദേ ആർ ഇൻ റണ്ണിങ്, ബട്ട് ഐ എം നോട്ട് റണ്ണിങ്. I am not running. I am not running. Not I am in running. അത് നമുക്ക് അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ട് അനുവദിച്ചിട്ടില്ല? അതാ ഭാഷ പ്രയോഗിക്കുന്ന, അത് ഭാഷ സ്വന്തമായ അവരോട് നമ്മൾ ചോദിക്കില്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അപ്പം അതിനൊരു ഉത്തരവില്ല. ഭാഷ അങ്ങനെയാണ്. ഭാഷയുടെ എല്ലാ ഭാഷകളിലും അങ്ങനെയല്ലേ. ചില കാര്യങ്ങൾ ഫിക്സ്ഡ് ആണ്, അതിന് ഉത്തരവൊന്നുമില്ല. അങ്ങനെ അങ്ങ് ഉപയോഗിച്ചു വന്നു, അതുകൊണ്ട് അത് സ്ഥിരപ്പെട്ടു. അപ്പോൾ ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെഗറ്റീവ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ, കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ടൻ ചെയ്യും. കോൺട്രാക്ട്, CONTRACT, കോൺട്രാക്ട് ഓർ ഷോർട്ടൻ. നെഗറ്റീവ് ഷോർട്ടൻ ചെയ്യുമ്പോൾ ആം നോട്ട് എന്നുള്ളത് ആമിൻ്റെ അല്ല, പിന്നെ ഐ എം നോട്ട്, ഐ എം നോട്ട്, ഐ എം നോട്ട് കമ്മിങ്, ഐ എം നോട്ട് ഗോയിങ്, I am not taking, I am not singing, I am not drinking, I am not playing, I am not swimming, I am not believing, I am not running, I am not jumping, I am not climbing. I am in the law. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. നമ്മൾ 3 സ്റ്റെപ്പുകളാണ്. ഒന്ന് ഫോം, രണ്ട് ഡിസ്ട്രിബ്യൂഷൻ, 3 നെഗറ്റീവ്. ശരിയല്ലേ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം ഇതിന് തുടർച്ചയായി.